പരിപാലകൻ. ഞാനെന്തിനു ഭയപ്പെടണം, അവനെന്റെ പരിപാലകൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെക്കുറിച്ച് പ്രകാരം കേട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കഷ്ടതയോ പ്രയാസമോ ഉണ്ടാകാതെ വരുമ്പോൾ ഉപദേശി ചോദിക്കും, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഉപദേശി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതയെ ദൈവത്തിൻ്റെ സ്നേഹമായിട്ടായിരുന്നു കണ്ടിരുന്നത്. നമ്മളുണ്ടാകുന്ന കഷ്ടതകളും രോഗവും പ്രതിസന്ധികളുമെല്ലാം ദൈവസ്നേഹത്തിൻ്റെ കാണപ്പെടുന്ന അടയാളങ്ങളാണ്. സദൃശവാക്യം 3, 11, 12 വാക്യങ്ങളിൽ വായിക്കുന്നത്, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. പിതാവ് മകനെ ശിക്ഷിക്കുന്നത് വെറുപ്പ് കൊണ്ടല്ല, പിന്നെയോ മകനെ സ്നേഹിക്കുന്നതിനാൽ. അവൻ തെറ്റിൽ അകപ്പെട്ടു പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവനെ ശിക്ഷിക്കുന്നത്. അതാ ശിക്ഷയുടെ അടിസ്ഥാനം. യഹോവയായി ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നതും ഇതേ കാരണത്താലാണ്. താൻ സ്നേഹിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കുന്നു എന്നതുകൊണ്ട് അതവൻ്റെ പരീക്ഷണവും അല്ല. യാക്കോബ് 1:13 ഇപ്രകാരം പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. പിന്നെ എന്തുകൊണ്ട് രോഗങ്ങളും കഷ്ടതകളും അടിക്കടി ഉണ്ടാകുന്നു? അത് പരീക്ഷിക്കപ്പെടുന്നതല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അറബികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഓൾ സൺഷൈൻ മേക്സ് എ ഡെസേർട്ട്. എപ്പോഴും സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരുന്നാൽ മരുഭൂമിയായിരിക്കും ഫലം. അതുകൊണ്ട് സൂര്യൻ പ്രകാശിക്കാത്ത ഇരുട്ടും ആവശ്യമാണ്. രോഗവും കഷ്ടതയും ഉണ്ടാകുമ്പോൾ ജീവിതത്തെ പരിശോധിക്കുവാനും കുറവുകളെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് കഴിയണം. മനുഷ്യൻ ഇന്ന് ദൈവകൽപ്പന ഉപേക്ഷിച്ച് സ്വന്തം ഹിതത്തിനും ആഗ്രഹത്തിനും അനുസൃതമായി ഓടി നടക്കുകയാണ്. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, അവയൊക്കെ ബാഹ്യമായി പ്രകടനം മാത്രമായി തീർന്നിരിക്കുന്നു. കർത്താവ് തന്നെ മർക്കോസ് 7:6 ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്നും ദൂരത്തകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. വ്യർത്ഥമായ ആരാധനയല്ലേ നാമും ഇന്ന് നടത്തുന്നത്? മാനുഷിക കൽപ്പനകൾ അനുസരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതുമില്ല. നമ്മെ തന്നെ പരിശോധിക്കുവാനും കുറവുകളെ മനസ്സിലാക്കി മടങ്ങി വരുവാനുമുള്ള സമയമാണ് നമ്മിലുണ്ടാകുന്ന കഷ്ടതകൾ. കഷ്ടത ദൈവത്തിൻ്റെ ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. വിവിധങ്ങളായ കഷ്ടതകളിൽ കൂടി കടന്നുപോയവരാണ് ഇയ്യോബും പൗലൂസും. പക്ഷേ കഷ്ടതകളിൽ അവർ പതറിയില്ല. ഇയ്യോബിൻ്റെ 10 മക്കളും ഒരു ദിവസം തന്നെ മരിച്ചു. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബിൻ്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കൽ ബാധിച്ചു. കഷ്ടതയുടെയും വേദനയുടെയും അനുഭവത്തിൽ തന്നെ ആശ്വസിപ്പിക്കേണ്ടുന്ന ഭാര്യ പറഞ്ഞു, ഇനിയും എന്തിനാ നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിക്ക എന്ന്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെല്ലാം പ്രതികൂലമായിട്ടും ഇയ്യോബ് പറയുന്നത്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. 23:10. പൗലൂസിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടതയുടെ ഒരു നീണ്ട പട്ടിക 2 കൊരിന്ത്യർ 6:3-10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ വിധത്തിലുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ പൗലൂസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ കഷ്ടതകളിലൊക്കെയും ജയം പ്രാപിക്കുന്നു. റോമർ 8:35-37 വരെ. രോഗവും ദുഃഖവും ഒന്നും ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനത്താൽ ഉളവാകുന്നതല്ല. അവ സാത്താൻ്റെ ആധിപത്യത്തിലെ ആയുധങ്ങളാണ്. സാത്താൻ ഇയ്യോബിൻ്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ ബാധിച്ചതിനാലാണ് പരുക്കളാൽ അവൻ കഷ്ടപ്പെട്ടത് എന്ന് ഇയ്യോബ് 2:7 പറയുന്നുണ്ട്. കർത്താവിൻ്റെ സൗഖ്യമാക്കൽ പ്രവർത്തനമെല്ലാം സാത്താൻ്റെ രാജ്യത്തിന്മേലുള്ള ജയമായിരുന്നു.
18 വർഷം കൂനിയായിരുന്ന സ്ത്രീക്ക് ശബത്തിൽ സൗഖ്യം നൽകിയതിനെ വിമർശിച്ച പള്ളിപ്രമാണിയോട് കർത്താവ് പറഞ്ഞു, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളുടെ ബന്ധനം ശബത്തിൽ അഴിച്ചുവിടേണ്ടതല്ലയോ? ലൂക്കോസ് 13:16. സൗഖ്യം സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും സാത്താൻ്റെ മേലുള്ള ജയവുമാണ്. സാത്താൻ്റെ മേൽ വിജയം പ്രാപിക്കുമ്പോഴാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്, കഷ്ടതകൾ മാറുന്നത്. അതിന് നാം എന്തു ചെയ്യണം? ഊമനായ ആത്മാവ് ബാധിച്ച ബാലന് സൗഖ്യം നൽകിയതിനു ശേഷം കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാളും പുറപ്പെട്ടു പോകുകയില്ല. മർക്കോസ് 9:29. സാത്താനെ ഓടിപ്പാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ കുറവല്ലേ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? പ്രാർത്ഥനയുടെ ശക്തി കുറയുമ്പോൾ സാത്താൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം, സാത്താനോട് എതിർത്ത് നിൽക്കാം. അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും, ദേശത്തിനും സൗഖ്യം ലഭിക്കും. കർത്താവേ, പ്രാർത്ഥനയാൽ ശക്തി പ്രാപിച്ച് സാത്താനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ദിവ്യകൃപ എനിക്ക് തരണമേ. ആമേൻ. എന്റെ നല്ലവനേശു ആരിലുമധികം എന്നെ കരുതുന്നവൻ, ഞാനെന്തിനു ഭയപ്പെടണം, അവനെന്നെ പരിപാലിക്കും.